ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യയുടെ തലേ ദിവസം ചെയ്യേണ്ട 2 കറികളാണ്, മാങ്ങ കറിയും നാരങ്ങ കറിയും. ആദ്യം നമുക്ക് മാങ്ങ കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം നമുക്ക് 3 മാങ്ങ വേണം. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രഷ്നെസ് അങ്ങ് പോവും. അടുത്ത് വേണ്ടത് നല്ലെണ്ണ, ഇനി കറി ലീവ്സ് വേണം, അടുത്ത് വേണ്ടത് കായം, ഇനി പൊടികൾ: ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, കടുവറക്കാൻ കടുക്, മുളക്. ഇത്രയുമാണ് മാങ്ങ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചൊരു പാൻ അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ആണേ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽ മുളക് മുറിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം നമുക്കിതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടി ഇടണം. അടുത്ത് നമുക്ക് 1/2 സ്പൂൺ ഉലുവ ഇടാം, കൂടെ 1/2 സ്പൂൺ കായവും. ഇനി നമുക്ക് ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇടാം. മാങ്ങ നന്നായിട്ട് ഗ്രേവി ആയിട്ട് മിക്സ് ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. കാരണം ഒരു കാരണവശാലും മാങ്ങ വെന്ത് പോകരുത്, എന്നാൽ നമ്മുടെ ഈ മാങ്ങ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും. സദ്യയുടെ അന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഈ മാങ്ങ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം എന്തെന്നോ, ഇതിന്റെ ഗ്രേവി, മാങ്ങയുടെ ജ്യൂസ് എല്ലാം ഇറങ്ങി ഈ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് പറയണേ. അങ്ങനെ നമ്മുടെ മാങ്ങാ കറി ആയി കഴിഞ്ഞു. മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ മാങ്ങാ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു, മാങ്ങാ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ കറിയാണേ. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടുക പുളി നാരങ്ങ കറിയാണേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വടുക പുളി നാരങ്ങ വേണം. വടുക പുളി നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ സൈസ് നാരങ്ങ, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന നാരങ്ങയാണ് വടുക പുളി നാരങ്ങ. ഇതാണ് സദ്യക്ക് ഉപയോഗിക്കുന്നത്. അതിപ്പോ എന്റെ കയ്യില് ചെറുതായത് കൊണ്ട് ഞാൻ 2 എണ്ണം ഉപയോഗിക്കുന്നു. ഏതാണ്ട് 1/2 കിലോയോളം ഇതുണ്ട്. ഈ നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. കുരു പാടില്ല, കുരു കംപ്ലീറ്റ് മാറ്റി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇത് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. അതിൻ്റെ അടുത്ത് കായം, ഇനി കറി ലീവ്സ്, അടുത്ത് വേണ്ടത് ശർക്കര, ഇനി പൊടികൾ: ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, കടുവറക്കാൻ കടുക്, മുളക്. ഇത്രയുമാണ് നാരങ്ങ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. ഞാനിവിടെ കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അത് ഇതിലേക്കിടാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ നാരങ്ങ ഇട്ട ഉടനെ തന്നെ അതിലെ ജ്യൂസ് എല്ലാം നന്നായിട്ട് ഇറങ്ങി അതിന്റെ വെള്ളമെല്ലാം വറ്റി ഇത് ഇളം ബ്രൗണിഷ് കളറെല്ലാം ആക്കിയെടുക്കണം. വെള്ളമെല്ലാം വറ്റി തുടങ്ങിയ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏതാണ്ട് 15 മിനിറ്റ് നമ്മളിത് വഴറ്റുമ്പം ഈ കളർ വരെ എത്തും. ഈ ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇടണം. ആദ്യം 2 സ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞ് 1/2 സ്പൂൺ കായം, 1/2 സ്പൂൺ വേണ്ട, കുറച്ചൊന്ന് കുറച്ചിട്ട് ഉലുവപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പൊടികളുടെ പച്ചപ്പൊക്കെ മാറി അത് മൂത്ത ശേഷം നമുക്കിതിലേക്ക് ഏതാണ്ട് ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളപ്പിക്കണം. കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇടണം. ഞാനിപ്പോൾ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ ശർക്കര ഇടുന്നുണ്ട്. നമുക്ക് ഈ ശർക്കര ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാര്യം കിട്ടുന്ന നാരങ്ങയുടെ പുളി അനുസരിച്ചാണ്. എനിക്ക് കിട്ടിയത് നല്ല പഴുത്ത നാരങ്ങയാണ്, അതുകൊണ്ട് അത്രയ്ക്ക് മധുരം വേണ്ടി വരില്ല.
അപ്പം ചില നാരങ്ങയ്ക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ഉപയോഗിക്കേണ്ടി വരും. അത് നിങ്ങൾ ടേസ്റ്റ് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഉപ്പ്, പുളി, മധുരം ഇവയെല്ലാം ഉണ്ടോന്ന്. ഇതിൽ സ്വല്പം ഇപ്പം കയ്പ്പ് തോന്നും, പക്ഷെ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം, പിറ്റേ ദിവസം ഇത് കറക്റ്റായിട്ടിരിക്കും. കറി ഒന്ന് കുറുകുമ്പം നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. നമ്മുടെ കറി ആയി കഴിഞ്ഞു. ഇനി ഇതിനെ കടുവറുത്തിടണം. കടുക് വറക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ കറിയിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ നാരങ്ങ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് കുക്ക് ചെയ്തതിൻ്റെ അന്ന് ചെറിയൊരു കയ്പ്പ് കാണും. പിറ്റേ ദിവസം ആകുമ്പം ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാകും. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.